ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് പൂരിയുടെ റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല പൂരിയാണ് കേട്ടോ. അത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പൂരി ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ഉപ്പ് വേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പിൻ്റെ അളവ് പറയാത്തത്. ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആയത് കാരണം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കാനൊന്നും പറ്റൂല. അപ്പോൾ നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് മല്ലിയില അതുപോലെ കറിവേപ്പിലയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രമായിട്ട് നിങ്ങൾക്ക് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടാറിയിട്ട് നല്ല പോലെ ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് തൊടാനുള്ളൊരു പാകാവുന്ന സമയത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ പൂരി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുള പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്ക് കുഴൽ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പ്രസ്സിലൊന്ന് അമർത്തിയെടുത്താൽ മതി. ഞാനിവിടെ പ്രസ്സിലൊന്ന് അമർത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് വേണം, നമ്മൾ നല്ല തീയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തീ ഒരിക്കലും നിങ്ങൾ കുറച്ച് വെക്കരുത് കേട്ടോ. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും, അരിപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല തീയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീരെ എണ്ണ കുടിക്കൂല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ മുഴുവനൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൂരിയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാലും അങ്ങനെ പെട്ടെന്ന് തണുത്ത് പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എണ്ണയൊന്നും ഇല്ല കേട്ടോ. ഉൾഭാഗത്തൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ചായയുടെ കൂടെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങൾ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.